ഇത് നമ്മുടെ ഇപ്പൊ മുഖ്യമന്ത്രി എന്നുള്ളത് കുഞ്ഞാലിക്കുട്ടി നായർ എന്നായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ഇതിപ്പോ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ആയതുകൊണ്ടാണ് പലർക്കും ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി ആകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ല, ആ മാതിരി വാക്കുകളൊക്കെ ഉപയോഗിക്കാത്തതാണ് നല്ലത്. അങ്ങനെയൊന്നും പറയരുത്. അതായത് ഇപ്പൊ എപ്പോഴുണ്ടായത് എന്താ കാരണം വെച്ചാല്, അങ്ങനെ നമ്മൾ സമുദായ ധ്രുവീകരണം ചേരിതിരിവ് ഉണ്ടാക്കുന്ന മട്ടിൽ വാക്കുകൾ ഉപയോഗിക്കരുത്. മുസ്ലിം ലീഗിന് 22 മെമ്പർമാരേ ഉള്ളൂ, 63 മെമ്പർമാരുണ്ട് കോൺഗ്രസിന്. അപ്പൊ കോൺഗ്രസ്സുകാരനാണ് മുഖ്യമന്ത്രി ആവുന്നുള്ള ഉറപ്പല്ലേ? പിന്നെ മറ്റേ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ വെറുതെ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി, ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി, ജനങ്ങളുടെ മനസ്സിൽ ധ്രുവീകരണം, പോളറൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന അത്തരം വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. മുഖ്യമന്ത്രി ആരാവണം എന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും UDF ആണ്. അതിൽ പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്ന 63 മെമ്പർമാരുള്ള 63 MLA-മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ്. 22 മെമ്പർമാർ മാത്രമേ മുസ്ലിം ലീഗിനുള്ളൂ. മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി ആകുന്നുള്ള ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. പ്രശ്നം ഉദിക്കുന്നത് കോൺഗ്രസിൽ ആരാവണം, അത് സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ, KC വേണുഗോപാലാണോ എന്നുള്ള തർക്കമേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് ലീഗ് വരുന്നേ ഇല്ല, കുഞ്ഞാലിക്കുട്ടി വരുന്നേ ഇല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള കണക്കിൽ. അത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വെറുതെ നമ്മൾ നാട്ടുകാരുടെ മനസ്സിൽ നമ്മൾ ആവശ്യമില്ലാതെ ഇതുണ്ടാക്കരുത്. പക്ഷെ സമൂഹത്തിൽ വളരെ സ്പർദ്ധ ഉയർന്നു നിൽക്കുകയാണ് അല്ലേ മൊത്തത്തില്. അതെ, ആ സ്പർദ്ധ ഇല്ലാതാക്കാൻ നമ്മൾ അത്തരം പദപ്രയോഗങ്ങൾ എതിർക്കുകയാണ് വേണ്ടത്, നമ്മളതിൽ കൂടെയല്ല വേണ്ടത്. അത്തരം സ്പർദ്ധകൾ, ചേരിതിരിവ് ഉണ്ടാക്കുന്ന വാക്കുകൾ ആരുപയോഗിച്ചാലും നമ്മൾ അതിനെ എതിർക്കണം. നമ്മൾ പറ്റുമെങ്കിൽ അവഗണിക്കാൻ പറ്റില്ലെങ്കിൽ അതിനെ വിമർശിക്കുക, അതിനെ എതിർക്കുക. മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യാതൊരു അവകാശവാദം ഉന്നയിക്കാനുള്ള ഒരു വകുപ്പും ഇന്നത്തെ കേരളത്തിൽ ഇല്ല. അത് കോൺഗ്രസിന് തന്നെയാണ്. പക്ഷെ പലരും ഈ പറയുന്ന പോലെ സ്പർദ്ധ ഉണ്ടാക്കാനായിട്ട് ബഹുഭൂരിപക്ഷം പേര് ശ്രമിച്ചു. അല്ല, നമ്മളെ കൂടണ്ട ആളുകൾ. ഇപ്പം വെള്ളാപ്പള്ളി നടേശന്റെ പണി അതല്ലേ? ഒരു ഉദാഹരണം പറയണേ, വെള്ളാപ്പള്ളി ഇപ്പൊ AK ബാലൻ പറഞ്ഞ അതല്ലേ? അല്ലെങ്കിൽ എളമരം കരിയും പറഞ്ഞ അതല്ലേ? MP ഗോവിന്ദൻ മാഷ് പറഞ്ഞ അതല്ലേ? സ്പർദ്ധ ഉണ്ടാക്കുന്ന വർത്തമാനമൊക്കെ അവരൊക്കെ പറയുന്നുണ്ട്. അത് വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, നടേശൻ അതിന്റെ മൂർത്തിയാണെന്ന് മാത്രമേ ഉള്ളൂ. വായ തുറന്നാൽ ഏതെങ്കിലും ഒരു സമുദായത്തെ ആക്ഷേപിക്കുക, വ്യക്തികളെ ആക്ഷേപിക്കുക, പിന്നെ പ്രദേശങ്ങളെ ആക്ഷേപിക്കുക. മലപ്പുറം ജില്ലയിൽ ഈഴവന്മാർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ മിണ്ടിയില്ലല്ലോ. ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമല്ലേ അത്? അവിടെ എന്താ ഈഴവന്മാർക്ക് പ്രശ്നം? ഇയാൾ മാത്രമേ ഉള്ളൂ മലപ്പുറത്തെ കാര്യം അറിയുന്നത്, വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെ ആ തരത്തിൽ കെട്ട വാക്കുകൾ, വായ തുറന്നാൽ ഈ തരത്തിൽ മലിനമായ പദങ്ങൾ മാത്രം പുറത്തു വരുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തെ മൗനം കൊണ്ട് അനുവദിച്ചും വാക്കുകൊണ്ട് അനുകൂലിച്ചും CPM കൂടെ നിന്നു. അതിന്റെ ഫലമാണ് അവർ അനുഭവിച്ചതിൽ ഒരു കാര്യം. അപ്പൊ ഈ റിസൾട്ട് ഉണ്ടാക്കിയതിൽ, ഈ തെരഞ്ഞെടുപ്പ് ഫലം ഉത്പാദിപ്പിച്ചതിൽ പ്രധാനപ്പെട്ട ഒരാള് വെള്ളാപ്പള്ളി നടേശന്റെ നാവാണ്. ഒരു സംശയം എനിക്കില്ല. അതുകൊണ്ട് നമ്മൾ അത്തരം ചർച്ചയിലേക്ക് പോകുന്നത് ശരിയല്ല. അല്ല, വലിയൊരു വലതുപക്ഷ ധ്രുവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ കേരളത്തിൽ ഉൾപ്പെടെ? വലിയൊരു ധ്രുവീകരണം. വലതുപക്ഷം എന്ന് പറഞ്ഞാൽ ആരാ? ഇപ്പൊ മാർക്സിസ്റ്റുകാർ പറയുമ്പോൾ വലതുപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ്സാ ആണല്ലോ. പക്ഷെ കേരളത്തിന് പുറത്ത് അവർക്ക് ഇടതുപക്ഷമാണ് കോൺഗ്രസ്. തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഇടതുപക്ഷമാണ്, ഡൽഹിയിൽ കോൺഗ്രസ് ഇടതുപക്ഷമാണ്. അവര് ഒന്നിച്ചല്ലേ? ഇന്ത്യ ബ്ലോക്കിലുണ്ടല്ലോ. ഇപ്പൊ സീതാറാം യെച്ചൂരിക്ക് അഭിപ്രായം ഉണ്ടായിരുന്നില്ലല്ലോ കോൺഗ്രസ്. ഇവിടുത്തെ വലതുപക്ഷം എന്ന് പറയുന്നത് BJP ആണ്. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇപ്പൊ കോൺഗ്രസ് ആണ്. കോൺഗ്രസ് വലതുപക്ഷമാണെന്ന് എന്നെപ്പോലെ പലരും വിചാരിക്കുകയും ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് ഒരിക്കലും അംഗീകരിക്കാത്ത കൂട്ടരാണ് കേരളത്തിലെ CPM. സീതാറാം യെച്ചൂരിക്ക് അത് മനസ്സിലായിരുന്നല്ലോ. സീതാറാം യെച്ചൂരിയെ രാജ്യസഭയിൽ അയക്കാം എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ട് പിണറായി വിജയൻ കൂട്ടാക്കിയില്ലല്ലോ. എന്താ കാരണം? ഇവിടെ അദ്ദേഹത്തിന് കേരളം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ കണ്ണിൽ, CPM-ന്റെ കണ്ണിൽ. കാരണം കേരളത്തിലുള്ളൂ ഇവര്. അപ്പോ ഇന്നത്തെ ഇടതുപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. ഇന്നത്തെ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. എനിക്കൊരു സംശയമില്ല. കാരണം BJP എതിർക്കുന്നതിനാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത്. BJP എതിർക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ കൂടെ CPM കൂടിയല്ലോ കേരളത്തിന് പുറത്ത് എവിടെയും. കേരളത്തിൽ മാത്രമാണെങ്കിൽ വർത്തമാനം പറയുന്നത്. അപ്പൊ ഇടതുപക്ഷം എന്ന് പറയുന്നത് UDF ആണ്, അല്ലാതെ LDF അല്ല. അവരിപ്പോ LDF-ന്റെ എല്ലാ പണികളും BJP-യെ സഹായിക്കുന്ന മട്ടിലായിരുന്നില്ലേ? എന്താണ് ആഗോള അയ്യപ്പ സംഘം എന്ന് പറഞ്ഞാൽ? അത് നായരീഴവ സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയതല്ലേ? അവിടെയല്ലേ വെള്ളാപ്പള്ളി നടേശനെ കൂട്ടിയിട്ട് മുഖ്യമന്ത്രി ഔദ്യോഗിക കാറിൽ കൂട്ടിക്കൊണ്ടുപോയത്? അവിടെയല്ലേ അദ്ദേഹം കൈപിടിച്ച് ഉയർത്തിയത്? അവിടുന്നല്ലേ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്
പിണറായി വിജയൻ ഭക്തനാണ്, അതേ മിണ്ടിയില്ലല്ലോ. അവിടേക്ക് ക്ഷണിക്കപ്പെട്ട ഒരാളാരാ? യോഗി ആദിത്യനാഥ്. ആരാ അത്? യു പിയിലെ മുഖ്യമന്ത്രി, കാവി ഉടുത്ത സന്യാസി. അദ്ദേഹത്തിന് വരാൻ സൗകര്യപ്പെടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആദരണീയമായ സന്ദേശം അവിടെ വായിച്ച് പുറകം കൊണ്ടല്ലോ. ദൈവത്തിന്റെ വരദാനമാണ് പിണറായി വിജയൻ എന്ന് അന്നത്തെ മന്ത്രി വാസവൻ പറഞ്ഞല്ലോ. ദൈവത്തിന്റെ വരദാനമാണെന്നേ. ഇതൊക്കെ ഇടതുപക്ഷമാണ്. അപ്പൊ BJP പറയുന്ന ഏതാ, ഇവര് പറയുന്ന ഏതാ തിരിയാതെയായി. BJP അല്ലേ പിണറായി വിജയനെ സംരക്ഷിച്ച മുഴുവൻ. ലാവ്ലിൻ കേസ് 38 വട്ടം മാറ്റിവെക്കുന്നത് നരേന്ദ്രമോദി അറിയാതെയാണോ? നരേന്ദ്രമോദി ഒരിക്കലും കേരളത്തിൽ വന്നോ പ്രസംഗിച്ചല്ലോ, സ്വർണം കടത്തിയൊക്കെ ആരാന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പിണറായി വിജയനെ ഉദ്ദേശിച്ചിട്ട്. എന്താ അദ്ദേഹം നടപടി കഴിഞ്ഞ്? പിണറായി വിജയനെ സംരക്ഷിച്ചത് മുഴുവൻ, അദ്ദേഹത്തിന്റെ മകളുടെ എക്സാലോജിക്കിന്റെ കേസ് സംരക്ഷിച്ചത് മുഴുവൻ BJP അല്ലേ. പിന്നെ BJPക്കെതിരായിട്ട് അവർക്ക് എന്ത് പറയാൻ പറ്റും? എന്ത് പറഞ്ഞിട്ടുണ്ട്? അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നുമില്ല. അപ്പൊ ഇടതുപക്ഷം എന്ന് പറയുന്നത് UDF അല്ലാതെ LDF അല്ല. LDF ഇപ്പോ കൃത്യമായിട്ട് പറഞ്ഞാൽ BJPയുടെ ഒരു സഹ സംഘമാണ്. അവരുടെ താല്പര്യങ്ങൾ ഒന്നാണ്, അവരുടെ വിമർശനം ഒന്നാണ്. കാരണം അവർ യാതൊരു ഉളുപ്പുമില്ലാതെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ മുഴുവൻ അനുകൂലിച്ചില്ലേ ഈ AK ബാലനും MV ഗോവിന്ദൻ മാഷും A വിജയരാഘവനൊക്കെ. അവർക്ക് ഹിന്ദു വോട്ട് കിട്ടിയാൽ മതി. ഹിന്ദു ഏകീകരണത്തിന് വേണ്ടിയാണ് ശ്രമിച്ചത്. അതുകൊണ്ട് മുസ്ലിങ്ങളെ ആക്ഷേപിക്കുക, ക്രിസ്ത്യാനികളെ ആക്ഷേപിക്കുക. ഇപ്പോ ഇയാളിപ്പോ എന്താ ചെയ്യുന്നത്? എന്താണ് PC ജോർജ് പൂഞ്ഞാറിൽ പലവട്ടം തോറ്റില്ല. ഇപ്പോ BJPക്ക് വേണ്ടി പണിയെടുക്കാൻ അവരൊക്കെ ചെയ്യുന്നത്. BJPയുടെ ഒരു ഏജന്റാണ് വെള്ളാപ്പള്ളി നടേശൻ. അതേ ഉണ്ടാക്കിയ പാർട്ടിയല്ലേ BDJS. അത് NDAയുടെ സഖ്യകക്ഷിയല്ലേ. അതിന്റെ നേതാവ് ഇദ്ദേഹത്തിന്റെ പുത്രനല്ലേ. പുത്രനെ നേതാവാക്കിയ ഇദ്ദേഹമല്ലേ. ഇദ്ദേഹത്തെ എങ്ങനെ ഇവർ കൊണ്ടു നടക്കുക? BJPയുടെ അലയാണ് BDJS. അതിന്റെ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ നടേശന്റെ കൈ പിടിച്ചു ഉയർത്തിയിട്ടാണല്ലോ വെള്ളാപ്പള്ളി ഫോട്ടോവിന് പോസ്റ്റ് ചെയ്യുന്നത്. അല്ല, ക്ഷമിക്കണം, വെള്ളാപ്പള്ളിയുടെ കൈ ഉയർത്തിയതാണ് പിണറായി വിജയൻ ഫോട്ടോവിന് പോസ്റ്റ് ചെയ്യുന്നത്. 2006 ഞങ്ങളുടെ MLA, തിരുവമ്പാടി MLA മത്തായി ചാക്കോ മരിച്ചപ്പോൾ അദ്ദേഹം ബോധപൂർവം അന്ത്യകൂദാശ സ്വീകരിച്ചാണ് കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചത് എന്ന് ഞങ്ങളെ ഇവിടുത്തെ താമരശ്ശേരി രൂപതയിലെ ബിഷപ്പ് പ്രസംഗിച്ചു. ഇത് വാർത്ത പുറത്തു വന്നപ്പോൾ 2006 അന്ന് പിണറായി വിജയൻ പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹം പറഞ്ഞ പച്ചക്കള്ളമാണ്. ആ പറഞ്ഞ ആൾ നികൃഷ്ടജീവിയാണ്. ഒരു മനുഷ്യനെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല. ഒരു ബിഷപ്പിനെ പറ്റിയാ പറഞ്ഞത്. ഇന്ന് വരെ അത് പിൻവലിച്ചിട്ടില്ല, ഒരു ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല. അതേ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ഭക്തനാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം മിണ്ടാതെ ചിരിച്ചുകൊണ്ട് കേട്ടോണ്ട് ഇപ്പോഴും അദ്ദേഹം ഉറവ് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ മകൻ ഗുരുവായൂർ ക്ഷേത്രദർശനം നടത്തിയില്ലേ. മകൻ ഒരു വ്യക്തിയാണ്. മകന്റെ ക്ഷേത്രത്തിൽ പോയതിനെ പറ്റി ഞാൻ ഒരു കുറ്റവും പറയില്ല. അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹം ഭക്തനാണ് എന്ന് പറഞ്ഞപ്പോ, അത് മത്തായി ചാക്കോ ഭക്തനായിട്ടാണ് മരിച്ചതെന്ന് പറഞ്ഞപ്പോ ഉണ്ടായ ക്ഷോഭമൊന്നും ഇല്ലല്ലോ. എന്താ കാരണം? BJPയുടെ പാദസേവ ചെയ്യുന്ന പണിയാണ് പിണറായി വിജയൻ എടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിൽ ഇന്ത്യയിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരളത്തിന് പുറത്തു പോയിട്ട് നരേന്ദ്രമോദിക്കെതിരായിട്ടോ അമിത്ഷാക്കെതിരായിട്ടോ 4 വാക്ക് പറയണം എന്ന് വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? കുടുംബത്തെയും കൂട്ടിയിട്ട് സിംഗപ്പൂരിലേക്ക് മലേഷ്യയിലേക്ക് ഉല്ലാസയാത്ര പോയി. എങ്ങനെയുണ്ട്? എന്നിട്ട് അവരുടെ ക്ലെയിം എന്താ? ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ എതിർക്കാൻ ഞങ്ങളുള്ളൂ. നാട്ടുകാർക്കിട്ടൊക്കെ മനസ്സിലായി ഈ പാർട്ടിയെ പറ്റി നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഇപ്പൊ എനിക്ക് മനസ്സിലായത് ഈ പാർട്ടിയെ പറ്റി ഒരു ചുക്കും അറിയാത്ത ആള് നിർഭാഗ്യവശാൽ പിണറായി വിജയൻ തന്നെയാണ്. ഇതിന്റെ കാരണം എന്താണ് ആലപ്പുഴയിൽ നടക്കുന്നത്? G. സുധാകരൻ എങ്ങനെ ജയിച്ചത്? CPM-കാർ വോട്ട് ചെയ്തിട്ടല്ലേ. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ എങ്ങനെ ജയിച്ചു? CPM-കാർ വോട്ട് ചെയ്തിട്ടാ. പയ്യന്നൂരില് കുഞ്ഞേഷൻ എങ്ങനെ ജയിച്ചു? CPM-കാർ വോട്ട് ചെയ്തിട്ടാ. അവര് പറഞ്ഞൊരു കാര്യമാണ്, കുഞ്ഞേഷന്റെ പുസ്തകത്തിന്റെ തലക്കെട്ടതാണ് നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നാണ്. അപ്പൊ ആ നേതൃത്വം തെറ്റിയിട്ടുണ്ട്, അണികൾ തിരുത്താൻ വരുന്നുണ്ട് എന്നുള്ള ഒരു ചുക്കും ചുണ്ണാമ്പും നിർഭാഗ്യവശാൽ നമ്മുടെ നേതാവ് പിണറായി വിജയന് മനസ്സിലായില്ല. അത്രയേ ഉള്ളൂ കാര്യം.